എന്തെങ്കിലും എന്നോട് ഒരു പാട്ടും കൂടി ചോദിച്ചു. ഇതൊക്കെ വളരെ പേഴ്സണലായിട്ട് ഓരോരുത്തരും വന്ന് ചോദിച്ചു. ഞാൻ ഓരോ ആളുകളും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതൊക്കെ കൂടി ചേർത്തിട്ടാണല്ലോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കൂടുതൽ ഓഡിയൻസിന് മേ ബി ഇങ്ങനത്തെ പാട്ടുകൾ ആയിരിക്കില്ല ഇഷ്ടമുണ്ടാവും ഇവിടെ ഇരിക്കുമ്പോഴും. ഇതൊരു ഫെസ്റ്റിവലാണ്, നിങ്ങളെല്ലാവരും അങ്ങനെ ആഘോഷിക്കാൻ വന്ന ആൾക്കാരാണ്. പക്ഷെ മനസ്സിൽ ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ച പാട്ടുണ്ടെങ്കിൽ വിചാരിച്ച് ഞാൻ പാടുകയാണ് കേട്ടോ. പുലരിപ്പൂ പോലെ ചിരിച്ചു പുഞ്ചപ്പാടക്കാറ്റു വിതച്ചു നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ കൂടെ ചേർന്നുളിച്ചു കിടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചു പുഞ്ചപ്പാടക്കാറ്റു വിതച്ചു നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ കൂടെ ചേർന്നുളിച്ചു കിടന്നില്ലേ. നീയല്ലാതാരുണ്ടെന്നുടെ പ്രണയത്തുണയിൽ ചിറകെട്ടാൻ, നീയല്ലാതാരുണ്ടെന്നുടെ കുടിലൊരു നാൾ കൂടി വന്നാൽ, നീയല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ, നീയല്ലാതാരുണ്ടെന്നും നീലിപ്പെന്നൊരു കഥ പറയാം, നീയല്ലാതാരുണ്ടെന്നും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി വന്ന് തിരിഞ്ഞ് വന്ന് അടിച്ച് പൊളിച്ചിട്ട് മെല്ലെ ആ പേസ് അങ്ങനെ കൂട്ടി അങ്ങനെ തന്നെ നിർത്തും. Okay, this next song for all the North Indian fans out there. कितना रणबीर कपूर fans है इधर? रणबीर कपूर? Okay, ठीक है. I want you guys to sing this thing, okay? So when I say Baptamiz Dil, you guys say Manena, okay? Let's go. Baptamiz Dil, Baptamiz Dil, Baptamiz Dil. Baptamiz Dil, Baptamiz Dil, Baptamiz Dil. Baptamiz Dil, Baptamiz Dil. 1, 2, 3, everybody! Go!
നാടൻ പാട്ടുകൾ ഇഷ്ടല്ലേ? അങ്ങനെ ആണ്. ഇത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ പുറകിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എഴുതിയ ആള് ഇതിൻ്റെ ഒരു തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ട അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴും ഞാനങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ പലപ്പോഴും പേര് മറന്നു പോവും, പറയാൻ മറന്നു പോവും. അത് ചെയ്യരുത് മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഒരിക്കലും അങ്ങനെ തെറ്റ് പറ്റരുത് എന്നുള്ളത്. പക്ഷേ ഇതാണ് വാസ്തവം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എത്രയോ തവണ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ജിതേഷ് കക്കടിപ്പുറം എന്നാണ് അത് എഴുതിയിട്ടുള്ള രചയിതാവിൻ്റെ പേര്. ഈ പാട്ട് ഇവിടെ ആക്ച്വലി ഇവിടെ ആളുടെ എണ്ണം കൂടുതലാണ് കേട്ടോ. ബാക്കിൽ വരെ ആൾക്കാരുണ്ട്, അത്രയും പേരുണ്ട്. പക്ഷെ നമ്മൾ നമ്പറിലൊന്നും അറിയാൻ കാര്യം ആത്മാർത്ഥതയെ കണ്ടു. നമ്മളൊരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാറിൽ നിന്ന് അടിക്കാനില്ല കേട്ടോ, ഒരു ബാറാണ് മറ്റേ. എണീക്കൊക്കെ ചെയ്തോ? ഷോ ഈ ഫോർമൽസ് ഇട്ടിട്ട് വളരെ ശബ്ദമായിട്ട് എനിക്ക് ഭയങ്കര അസൂയാണ് അങ്ങനെയുള്ള ആളുകളോട്. എന്ത് ഇങ്ങനെ എത്ര നേരം അങ്ങനെ ഇരിക്കുക, കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട്. രണ്ടോയിലൊന്നും കുടുങ്ങിയില്ലേ? പാടണം. ഒരുമിച്ച് പാടാം. വെറുതെ നോക്കട്ടെ കേട്ടോ, ഇതെന്താ ഇവിടുത്തെ അവസ്ഥ. ഞാൻ പാടും ഭയങ്കര ഉണ്ടോ നോക്കാലോ. അടിപൊളി. നിങ്ങൾ ഓർഗനൈസേഴ്സ് വരില്ലേ അവിടെ? ഒന്നുകൂടി ഒരു സിൻസിയർ എഫേർട്ട് നിങ്ങൾ ഉള്ളതല്ലേ? വൺ ഫൈനൽ ടൈം. എല്ലാവരും ഒരുമിച്ച് പാടാല. 1 2 3 everybody.
നൈസ് റോക്കേഴ്സ് ഉണ്ട് ഇവിടെ നോക്കട്ടെ. ആ പ്രാവശ്യം ഇല്ല കേട്ടോ. അടുത്ത പാട്ടുണ്ടല്ലോ, എൻ്റെ പാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ചക്കര ആളുകളോടും ഹാർട്ട് ഫെൽ താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ടീം. വിജോ, ലിബോയ്, സിതാര, അജയ്, ശ്രീനാഥ്, മിഥുൻ, പിന്നെ ഞങ്ങളുടെ ടെക്നീഷ്യൻസ്, ഇവരെയൊക്കെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സമയമില്ലാത്ത സമയത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് പറയണേ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗുഡ് നൈറ്റ്. നല്ലൊരു രാത്രി ഉണ്ടാവട്ടെ, കുറേ നല്ല പകലുകൾ ഉണ്ടാവട്ടെ. ഗുഡ് നൈറ്റ്.